നമസ്കാരം. ഞാൻ തിരുവനന്തപുരത്ത് പട്ടം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് സർജൻ ഡോക്ടർ പ്രതിഭ സുകുമാറാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിലെ വയറുവേദനയുടെ ഒരു കാരണത്തിനെ കുറിച്ചാണ്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ സർജറി വേണ്ടി വരുന്ന ഒരു അസുഖം ആണ് അപ്പൻഡിസൈറ്റിസ്. അപ്പോൾ ഈ അപ്പൻഡിസൈറ്റിസ് എന്താണ്, അതെങ്ങനെ തിരിച്ചറിയും, അതിനെ എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വിവരം പങ്കുകൊള്ളാം. അപ്പോൾ അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞാൽ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ ഒരു അവയവത്തിൽ ഇൻഫ്ലമേഷൻ വരുന്നതാണ്. അപ്പോൾ ഇത് ഒരു വെസ്റ്റീജിയൽ ഓർഗനാണ്, അതായത് മനുഷ്യർക്ക് പ്രവർത്തനം ഇല്ലാത്ത ഒരു ഓർഗനാണ്. ഇത് വൻകുടലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അറ്റാച്ചായി ഇരിക്കുന്ന ഒരു ഓർഗനാണ്. അപ്പോൾ അതിൽ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കേജ്, മലം കൊണ്ടുള്ള തടസ്സമോ ഫുഡ് പാർട്ടിക്കിൾസിൻ്റെ എന്തെങ്കിലും തടസ്സം വന്നാലോ, അല്ലെങ്കിൽ കാരണമില്ലാണ്ട് അതിൽ ഇൻഫെക്ഷൻ പോലെ വന്ന് വേദനയും ഛർദിലും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ അപ്പൻഡിസൈറ്റിസ് എന്ന് നമ്മൾ സംശയിച്ച് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ഏത് പ്രായത്തിൽ കാണാം? കുഞ്ഞുങ്ങളിൽ വരെയും കാണുന്ന ഒരു അസുഖമാണ്. സാധാരണ രീതിയിൽ ഒരു 8 തൊട്ട് ഒരു 14 വയസ്സ് വരെയും കുഞ്ഞുങ്ങളിൽ കാണും. പക്ഷേ അതിലും ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളിലും അപ്പൻഡിസൈറ്റിസ് കാണാറുണ്ട്. അപ്പോൾ തിരിച്ചറിയാനും കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കാനും കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ 3 വയസ്സ് 4 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായി പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും പാടാണ്. അവർക്ക് വയറുവേദന എന്ന് നമ്മൾ വിചാരിക്കും, അത് സാധാരണ പോലത്തെ വയറുമുടക്ക് പോലത്തെ ഇൻറ്റസ്റ്റൈനൽ കോളിക് ആയിരിക്കാം, പക്ഷെ അപ്പൻഡിസൈറ്റിസും ആവാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു നമ്മൾ ആലോചിച്ച് അതാണോ അല്ലയോ എന്ന് സംശയിച്ച് അത് കണ്ടുപിടിച്ച് പരിഹരിക്കേണ്ടതാണ്. അപ്പോൾ അപ്പൻഡിസൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ത്? സാധാരണ അപ്പൻഡിസൈറ്റിസ് തുടങ്ങുന്ന പൊക്കിളിന് ചുറ്റുമുള്ള ഒരു വയറുവേദനയായിട്ടാണ്. അത് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ വയറിൻ്റെ അടിവശത്ത് റൈറ്റ് സൈഡിലായിട്ട് വേദന ആയിട്ട് മാറും. ചില കുഞ്ഞുങ്ങൾക്ക് അപ്പൻഡിക്സിൻ്റെ സ്ഥാനത്തിൽ വ്യത്യാസം വന്നാൽ ഈ സ്പോട്ട് മാറിയിരിക്കാം, ചിലപ്പോൾ കുറച്ചും കൂടെ മുകളിലോട്ടായിരിക്കാം. അപ്പൻഡിക്സ് വൻകുടലിൻ്റെ പുറകിലിരിക്കുകയാണെങ്കിൽ ബാക്ക് പെയിൻ ആയിട്ടും ആയിരിക്കാം. ഈ വയറുവേദനയുടെ കൂടെ കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായ്മ, ഛർദിൽ വരുന്ന പോലെ ഓക്കാനം വരുന്നു, പിന്നെ ചിലപ്പോൾ ഛർദിക്കാം, പിന്നെ പനി വരാം. ഇതെല്ലാം ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളിലാണ്. ചില അപൂർവ സാഹചര്യങ്ങളിൽ അപ്പൻഡിക്സിൻ്റെ പൊസിഷൻ അനുസരിച്ച് ലൂസ് മോഷൻ പോലെയും വരാം, അല്ലെങ്കിൽ അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടി ആബ്സസ് ഫോർമേഷൻ വന്നാലും വയറിളക്കം പോലെ തന്നെ ലൂസ് മോഷൻ വരും. അപ്പോൾ ഇങ്ങനെ പല പല സാഹചര്യങ്ങളിൽ പല പല സിംറ്റംസും ഉണ്ട്. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റംസ് വയറുവേദന, ഛർദിൽ, പനി. അപ്പോൾ ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ, അതായത് 8 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിൽ ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ പരിശോധിച്ച് അപ്പൻഡിസൈറ്റിസ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയണം. അപ്പോൾ പരിശോധനയിൽ കുഞ്ഞുങ്ങളുടെ വയറ് തൊടുമ്പോൾ ഈ അപ്പൻഡിക്സ് ഉള്ള ഭാഗത്ത് ഒരു വയറുവേദന കൂടുന്നതും വേറെ വയറിൽ പഴുത്ത് പൊട്ടിയതിൻ്റെ ബുദ്ധിമുട്ടുകളും കാണാം. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പനി ഉണ്ടാവാം, ഛർദിൽ കൊണ്ട് ഡീഹൈഡ്രേഷനും കാണും. അപ്പോൾ ഇതെല്ലാം കണ്ടാൽ നമ്മൾ സംശയിക്കും. അപ്പോൾ ഇതിനെ സ്ഥിരീകരിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ സാധാരണ രീതിയിൽ പരിശോധനയിൽ ഒരു ഐഡിയ കിട്ടും, ഇത് അപ്പൻഡിസൈറ്റിസ് തന്നെയാണോ അല്ലയോ. അത് സ്ഥിരീകരിക്കാൻ നമ്മൾ വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കും. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിൽ എപ്പോഴും അപ്പൻഡിക്സിനെ കാണണം എന്നില്ല. ഞാൻ പറഞ്ഞ പോലെ അപ്പൻഡിക്സിൻ്റെ പൊസിഷൻ വ്യത്യാസമുണ്ട്, വൻകുടലിൻ്റെ പുറകിലിരിക്കുകയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കുറേ കുടലിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ഇതിനെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അപ്പൻഡിക്സ് കാണുന്നില്ല, വേറെ അവിടെ തൊടുമ്പോൾ വേദനയുണ്ട്, വേറെ ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളുണ്ട്, ഫ്ലൂയിഡ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ അപ്പൻഡിസൈറ്റിസ് തന്നെയാണോ എന്ന് സംശയിക്കും. ചിലപ്പോൾ അപ്പൻഡിക്സ് പഴുത്തിരിക്കുന്നതായി കാണാം, പഴുത്ത് പൊട്ടി ആബ്സസ് ഫോർമേഷനും കാണാം. പിന്നെ പെൺകുഞ്ഞുങ്ങളിൽ നമ്മൾ അണ്ടാശയം റിലേറ്റഡ് ആയ വേറെ സിസ്റ്റുകൾ, ഓവറിയുടെ ട്വിസ്റ്റ്, ടോർഷൻ, അങ്ങനത്തെ അസുഖം അല്ല എന്ന് ഉറപ്പിക്കാനുമാണ് സ്കാൻ എടുക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ കണ്ട് രോഗലക്ഷണം വെച്ച് പരിശോധന ഫൈൻഡിങ്സ് വെച്ച് അൾട്രാസൗണ്ടിൽ കണ്ടില്ലെങ്കിൽ നമുക്ക് സാധാരണ CT സ്കാൻ എടുത്ത് തിരിച്ചറിയാവുന്നതാണ്. അപ്പോൾ CT സ്കാനിലും കണ്ട് അപ്പൻഡിക്സിൻ്റെ വേറെ കോംപ്ലിക്കേഷൻസ്, പഴുത്ത് പൊട്ടിയ ലക്ഷണമൊന്നും ഇല്ല എന്ന് ഉറപ്പിക്കാനും നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ അപ്പൻഡിസൈറ്റിസ് വന്നാൽ അതിനെ ചികിത്സിക്കണം. പഴുത്ത് പൊട്ടിയ അപ്പൻഡിക്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ സൈസ് വ്യത്യാസം, നല്ല വീർപ്പം ഉണ്ട്, ബ്ലഡ് ടെസ്റ്റിൽ
ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ വ്യാപിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എമർജൻസി ആയിട്ട് സർജറി വേണ്ടിവരും. ഇത് മൈൽഡ് സ്റ്റേജ് ആണ്, ആരംഭം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്ത് നോക്കാം. പക്ഷേ മിക്ക കുഞ്ഞുങ്ങൾക്കും വയറുവേദന കൺട്രോൾ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഛർദിൽ മാറാണ്ട് നിൽക്കുകയും ബ്ലഡിലെ ഇൻഫെക്ഷൻ്റെ ലക്ഷണവും കൂടുകയാണെങ്കിൽ സർജറി തന്നെ വേണ്ടിവരും. അപ്പോൾ ഇന്നത്തെ കാലത്ത് സർജറി നമ്മൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, അതായത് ലാപ്രോസ്കോപ്പിക് സർജറിയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൊണ്ട് നമുക്ക് 2-3 ബെനിഫിറ്റും ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേദന കുറവായിരിക്കും, വേറെ കണ്ടീഷൻസ് ഒന്നും അല്ല എന്ന് ഓർപ്പിക്കാം. ഇന്ന് റിക്കവറി കുറച്ച് ഫാസ്റ്റാണ്, പാട് കുറവാണ്. പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ കീഹോൾ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് അപ്പൻഡിസെക്ടമി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വലിയ ബെഡ് റെസ്റ്റ് അങ്ങനത്തെ റിക്കവറി ഫേസിൽ വേറെ കാര്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല. അവർ റെഗുലർ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഫുഡ് നമ്മൾ പതുക്കനെ ഗ്രാജുവലി നോർമൽ കഴിച്ചിരുന്ന ആഹാരത്തിലോട്ട് പോകും. ആൻറ്റിബയോട്ടിക്സ് കുറച്ച് ദിവസം കാണുമായിരിക്കും. പിന്നെ കുഞ്ഞുങ്ങൾ ഭാരിച്ച വെയിറ്റ് എടുക്കലും ഫിസിക്കൽ എക്സേഷൻ വരുന്ന ഗെയിംസ്, അതായത് ഫുട്ബോൾ, കരാട്ടെ, ഡാൻസ്, സൈക്കിൾ ചവിട്ടൽ അങ്ങനത്തെ മാത്രം 1 മാസത്തേക്ക് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ യൂഷ്വലി കുഞ്ഞുങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരാറില്ല. അഥവാ കോംപ്ലിക്കേറ്റഡ് അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ മാത്രം കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിട്ട് വയറുവേദന വരാം, അല്ലെങ്കിൽ കുടൽ സംബന്ധമായ വേറെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ അപ്പൻഡിക്സ് എന്ന് കേട്ടാൽ, സർജറി എന്ന് കേട്ട് പേടിക്കേണ്ട. കോംപ്ലിക്കേറ്റഡ് അപ്പൻഡിസൈറ്റിസിനെ ചികിത്സിക്കാനും അതിൻ്റെ ലോങ് ടേം ഔട്ട്കം കൂടുതൽ ചികിത്സ വേണ്ടി വരുന്ന അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ അതിൻ്റെ ആരംഭത്തിൽ തന്നെ ചികിത്സിക്കണം. സർജറി എന്ന് കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് സർജറി ആണെങ്കിൽ പോലും റിക്കവറിയൊക്കെ വളരെ എളുപ്പം ആവുന്ന ഒരു കണ്ടീഷനാണ് അപ്പൻഡിസൈറ്റിസ്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ വയറുവേദനയുടെ വേറെ കാരണങ്ങളെക്കുറിച്ച് വേറെ ഒരു ദിവസം സംസാരിക്കാം. നന്ദി.